Hi students, welcome to Civil Troops PSC. ഇപ്പോൾ ഡെയിലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കാണാൻ വേണ്ടിയിട്ട് ഇതിന് താഴെ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ പ്ലാസ്റ്ററിങ് വിത്ത് സിമെൻറ്റ് മോർട്ടാർ 1:4 12 mm തിക്ക് ഓൺ കോട്ട് ദ സിമെൻറ്റ് റിക്വയർഡ് ഫോർ 10 meter square എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ 36 കിലോഗ്രാം ഉണ്ട്, 66 കിലോഗ്രാം ഉണ്ട്, 43 കിലോഗ്രാം ഉണ്ട്, 54 കിലോഗ്രാം ഉണ്ട്. ഏതാണ് ആൻസർ? ഫോർ പ്ലാസ്റ്ററിങ് സിമെൻറ്റ് മോട്ടാർ പ്ലാസ്റ്ററിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ റേഷ്യോ പറയുന്നുണ്ട് 1:4 ആണ്. അതുപോലെ 12 mm തിക്നെസ് എന്നും പറയുന്നുണ്ട്. ഏരിയ സിമെൻറ്റ് റിക്വയർഡ് ഫോർ 10 meter squareന് ആവശ്യമായ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കിവിടെ റേഷ്യോ തന്നിട്ടുണ്ട്, 1:4 എന്ന് റേഷ്യോ തന്നിട്ടുണ്ട്, 12 mm തിക്നെസ് എന്നും പറയുന്നുണ്ടല്ലേ. നമുക്കറിയാം 12 mm തിക്നെസ്സിൽ ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണടാ? 0.15 മീറ്റർ ക്യൂബ് ആണല്ലേ. 0.15 മീറ്റർ ക്യൂബ് ആണ്. ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണടാ? 10 meter square ആണ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 meter square ആണ്. സോ നമുക്ക് ഈ ഒരു വാല്യൂ വെച്ചിട്ട്, ഈ ഒരു 0.15 വാല്യൂ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം ഇത്? നമുക്ക് ഇവിടെ റേഷ്യോ 1:4 ആണ് പറയുന്നത്. സോ 0.15 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? സിമെൻറ്റിൻ്റെ വോളിയമായി. ഇത് എത്ര കിട്ടും? 0.0375 എന്ന് കിട്ടി. ഓക്കെ, 0.0375 എന്ന് കിട്ടി. സോ ഇതിന് നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ, ഡെൻസിറ്റി എത്രയാണ്? 1440. ഓക്കെ, ഡെൻസിറ്റി കൊണ്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 54 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, 54 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, 12 mm തിക്നെസ് ആണ് ഇവിടെ പറയുന്നത്. റേഷ്യോ 1:4 ആണ്. അപ്പോൾ നമുക്കറിയാം ഏത് വാല്യൂസാണ് നമുക്കറിയാമെന്നുള്ളത്. 12 mm തിക്നെസ്സിൽ ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണടാ? 0.15 മീറ്റർ ക്യൂബ് ആണല്ലേ. സോ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 10 meter square ആണ്. സോ ആ ഒരു 0.15 വാല്യൂ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ 0.15 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അങ്ങനെ 0.0375 എന്ന് വരും. അതിനെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോഗ്രാമിലായി. സോ സിമെൻറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1440 ആണ്. അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ 54 കിലോഗ്രാം എന്ന് വരും. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, 54 കിലോഗ്രാം ആണ് വരുന്നത്. ഇനി ആ ഒരു 0.15 അതായത് 0.15 ഞാൻ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അതെങ്ങനെയാണ് വരുന്നത്? നമുക്കറിയാം റേഷ്യോ 1:4 ആണ് പറയുന്നത്. അതായത് ഒരു പാർട്ട് സിമെൻറ്റും അതുപോലുള്ള ഈ ഒരു പാർട്ട് സിമെൻ്റാണ്, അതുപോലുള്ള 4 പാർട്ടാണ് എത്രയുള്ളത്? ഫൈൻ അഗ്രിഗേറ്റ് ഉള്ളതല്ലേ. സോ ഈ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് എത്ര? 0.15. ഓക്കെ, ആ ഒരു ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ടോട്ടൽ വോളിയമാണ് 0.15 എന്ന് പറയുന്നത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാർട്ടിൻ്റെ എന്തോന്ന് കിട്ടും? ഒരു പാർട്ടിൻ്റെ വോളിയം കിട്ടി. ഓക്കെ, ഒരു പാർട്ടിൻ്റെ വോളിയം കിട്ടും. ആ ഒരു പാർട്ടിൻ്റെ വോളിയം എന്ന് പറയുന്നത് സിമെൻറ്റിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിലാണ് അത് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റോഡ് കണക്റ്റിംഗ് ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്. ഏതാണ്? ദ റോഡ് കണക്റ്റിംഗ് ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ബൈപ്പാസ് റോഡുണ്ട്, അതുപോലെ ഡിസ്ട്രിക്റ്റ് റോഡുണ്ട്, സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്. ഏതാണ് ആൻസർ? കണക്റ്റിംഗ് ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഹൈവേ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബൈപ്പാസ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈപ്പാസ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണടാ? ഒരു ടൗണിലുള്ള അല്ലെങ്കിൽ ഒരു സിറ്റിയിലുള്ള ട്രാഫിക്കിനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടാനാണ് ബൈപ്പാസ് റോഡ്. അതുപോലെ ഡിസ്ട്രിക്റ്റ് റോഡാണെങ്കിലോ ഒരു ഡിസ്ട്രിക്റ്റിനുള്ളിലുള്ള എന്തെങ്കിലും ഒരു ലൊക്കേഷനെ കണക്ട് ചെയ്യുന്നതാണ് ഡിസ്ട്രിക്റ്റ് റോഡ്. നാഷണൽ ഹൈവേ ആണെങ്കിലോ, നാഷണൽ ഹൈവേ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് എയർപോർട്ട്, സീ പോർട്ട്, അതുപോലെ ടൂറിസ്റ്റ് പ്ലേസ്, അതുപോലുള്ള ഇമ്പോർട്ടൻ്റ് പ്ലേസിനെ കണക്ട് ചെയ്യുന്നതാണ് എന്തോന്ന്? നാഷണൽ ഹൈവേ. ഓക്കെ, അതുപോലെ നാഷണൽ ഹൈവേ നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലും നാഷണൽ ക്യാപിറ്റലും കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ
സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലുകളെ തമ്മിലും നമ്മുടെ ഈ ഒരു നാഷണൽ ഹൈവേ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് റൈസ് ഓർ ഫാൾ ഓഫ് എ റോഡ് അലോങ് ഇറ്റ്സ് അലൈൻമെൻറ്റ് ഈസ് ടേംഡ് ആസ്. ദ റേറ്റ് ഓഫ് റൈസ് ഓർ ഫാൾ ഓഫ് എ റോഡ് എലോങ് ഇറ്റ്സ് അലൈൻമെൻറ്റ് ഈസ് ടേംഡ് ആസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ക്യാമ്പർ ഉണ്ട്, ഗ്രേഡിയൻ്റ് ഉണ്ട്, അതുപോലെ സൂപ്പർ എലിവേഷൻ ഉണ്ട്, കർവേച്ചർ ഉണ്ട്. ഏതാണ് ആൻസർ ഇവിടെ? ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ക്യാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെടാ? നമ്മൾ ആ ഒരു റോഡിൽ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് നമ്മൾ റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ട്രാൻസ്വേഴ്സ് സ്ലോപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാമ്പർ എന്ന് പറയുന്നത്. ഡ്രെയിനേജിന് വേണ്ടിയിട്ട് നമ്മൾ റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ട്രാൻസ്വേഴ്സ് സ്ലോപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാമ്പർ എന്ന് പറയുന്നത്. ഇനി സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെടാ? നമ്മൾ ആ ഒരു കർവിൽ കൊടുക്കുന്ന സ്ലോപ്പിനെയാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കർവിൽ കൊടുക്കുന്ന സ്ലോപ്പിനെയാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമ്പറും നമ്മുടെ ആ ഒരു സൂപ്പർ എലിവേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സൂപ്പർ എലിവേഷൻ നമ്മൾ ഓൺ സ്ലോപ്പ് ആയിരിക്കും, ഓൺ കർവ് ആയിരിക്കും. ഓക്കെ, സൂപ്പർ എലിവേഷൻ നമ്മൾ എങ്ങനെയാണ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓൺ കർവ്സിലാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ക്യാമ്പർ ആണെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് വരുന്നതല്ലേ. ഇനി സൂപ്പർ എലിവേഷൻ ആണെങ്കിലോ, സൂപ്പർ എലിവേഷൻ ഈ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അതായത് ഇന്നർ എഡ്ജ് ഈ ഒരു ഭാഗത്തും ഔട്ടർ എഡ്ജ് ആയിരിക്കും ഈ ഒരു ഭാഗത്തും. ഓക്കെ, ഔട്ടർ എഡ്ജാണ് കുറച്ച് നമ്മൾ റൈസ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഏത്? സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെയ്റ്റ് പെർ മീറ്റർ ഓഫ് 10 mm ഡയമീറ്റർ ബാർ. ഏതാണ് 10 mm ഡയമീറ്ററിൻ്റെ വെയ്റ്റ് എത്രയാണ് പറയുന്നത്? ഓപ്ഷനിൽ 0.62 കിലോഗ്രാം ഉണ്ട്, 0.89 ഉണ്ട്, 0.22 ഉണ്ട്, 0.39 ഉണ്ട്. ഏതാണ്? 8 mm ഡയമീറ്ററിൻ്റെ പെർ മീറ്റർ, 1 മീറ്റർ ലെങ്തുള്ള ബാറിൻ്റെ വെയ്റ്റ് എത്രയാണ്? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. 10 മീറ്റർ ഡയമീറ്റർ ഉള്ള ബാറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 0.62 കിലോഗ്രാം ആണല്ലേ. 0.62 കിലോഗ്രാം ആണ്. ഓക്കെ, ഇനി 6 ഡയമീറ്റർ ഉള്ളതാണെങ്കിലോ, 6 mm ഡയമീറ്റർ ഉള്ളതാണെങ്കിൽ എത്രയാണ് വെയിറ്റ് വരുന്നത്? 0.22 ആണല്ലേ. 6 mm ഡയമീറ്റർ ആണെങ്കിൽ യൂണിറ്റ് വെയിറ്റ് വരുന്നത് എത്രയാണ്? 0.22 ആണ്. 8 mm ആണെങ്കിലോ, 8 mm ഡയമീറ്റർ ആണെങ്കിൽ 0.39 ആണ്. ഓക്കെ, 8 mm ആണെങ്കിൽ 0.39 ആണ്. ഇനി 10 mm ആണെങ്കിലാണ് 0.62 വരുന്നത്. അതുപോലെ 12 mm ആണെങ്കിലോ, 12 mm ആണെങ്കിൽ 0.88. ഓക്കെ, 0.88. ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. 6 mm ആണെങ്കിൽ 0.22 ആണ്. 12 mm ആണെങ്കിൽ അതിൽ ഡബിൾ ഇരട്ടിയാണ്. സോ 0.88 വരുന്നു. ദെൻ അടുത്ത 16 mm ആണെങ്കിലോ, 16 mm ആണെങ്കിൽ എത്രയാണ് ആൻസർ? 16 mm ആണെങ്കിൽ 1.58 ആണ് ആൻസർ. ഓക്കെ, 1.58 ആണ് അവിടുത്തെ യൂണിറ്റ് വെയിറ്റ്. ഇനി 20 mm ആണെങ്കിലോടാ, 20 mm ആണെങ്കിൽ എത്രയാണ്? 2.47 ആണ്. 2.47 ആണ് 20 mm. ഇനി 25 mm ആണെങ്കിലോ, 25 mm ആണെങ്കിൽ എത്രയാണ്? 3.85 ആണ്. ഓക്കെ, 25 mm ഡയമീറ്റർ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3.85 ആണ്. ഇനി 32 mm ആണെങ്കിലോ, 32 mm ആണെങ്കിൽ എത്രയാണ്? 6.32 ആണ്. ഓക്കെ, ഇത്രയും വാല്യൂസെങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? d²/162 ചെയ്താൽ മതി. ഓക്കെ, നമുക്കിപ്പോൾ എക്സാമിന് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഒരു വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? d²/162 ആണ്. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ നമുക്ക് നോക്കാം. 6 mm ഡയമീറ്റർ ഉള്ളതിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 0.22 ആണ്. 8 mm ആണെങ്കിൽ 0.39 ആണ്. 12 mm ആണെങ്കിൽ 0.88 ആണ്. 16 mm ആണെങ്കിൽ 1.58 ആണ്. 20 mm ആണെങ്കിൽ 2.47 ആണ്. 25 mm ആണെങ്കിൽ 3.85 ആണ്. 32 ആണെങ്കിൽ 6.32 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലൈൻ placed in the first quadrant in such a way that the line is inclined to HP and parallel to VP, the elevation will be. അപ്പോൾ ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ such a way that line is inclined to HP. HPക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും. അതുപോലെ VPക്ക് പാരലൽ ടു VP. ഓക്കെ, HPക്ക് ഇൻക്ലൈൻഡ് ആയിട്ടും നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ VPക്ക് പാരലുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എലിവേഷൻ എങ്ങനെ വരുവാണ്? അതിൻ്റെ എലിവേഷൻ എവിടെയാണ് വരുന്നത്? നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിനിലാണ് അതിൻ്റെ എലിവേഷൻ വരുന്നത്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പാത്ത് ട്രേസ്ഡ് ബൈ ദ ബോൾ ത്രോൺ അപ്പ് ഇൻ എയർ റീച്ചസ് മാക്സിമം ഹൈറ്റ് ആൻഡ് ട്രാവൽ എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഏതാണ് ഇവിടുത്തെ ആൻസർ? ഏതാണ്? ദ പാത്ത് ട്രേസ്ഡ് ബൈ ദ ബോൾ ത്രോ അപ്പ് ഇൻ എയർ റീച്ചസ് മാക്സിമം ഹൈറ്റ് ആൻഡ് ട്രാവൽ എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഹൈപ്പർബോളയുണ്ട്, പരാബോളയുണ്ട്, എലിപ്സ് ഉണ്ട്, സർക്കിൾ ഉണ്ട്. ഏതാണ് ഇവിടുത്തെ ആൻസർ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പരാബോളയാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ എസെൻട്രിസിറ്റി ഓഫ് പരാബോള. ഏതാണ് എസെൻട്രിസിറ്റി ഓഫ് പരാബോള? എത്രയാണ് എസെൻട്രിസിറ്റി ഓഫ് പരാബോള? ഓപ്ഷനിൽ ലെസ് ദാൻ ഒന്നുണ്ട്, ഈക്വൽ ടു ഒന്നുണ്ട്, ഗ്രേറ്റർ ദാൻ ഒന്നുണ്ട്, 0 ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഈക്വൽ ടു 1 ആണ്. എസെൻട്രിസിറ്റി ഓഫ് പരാബോള എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ഇനി എലിപ്സ് ആണെങ്കിലോ? എലിപ്സ് ആണെങ്കിൽ എങ്ങനെയാണ്? എലിപ്സിൻ്റെ എസെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആണ്. അതുപോലെ പരാബോളയിൽ എങ്ങനെയാണ്? ഈക്വൽ ടു 1 ആണ്. ഹൈപ്പർബോളയിൽ എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഇതിങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഹൈപ്പർബോള ആകുമ്പോൾ ഹൈ ആണ്. സോ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ പരാബോളയിൽ ഈക്വൽ ടു 1 ആണ്. എലിപ്സിൻ്റെത് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ കർവ് ജനറേറ്റഡ് ബൈ ദ പോയിന്റ് മൂവിങ് ഓൺ ദ സർഫേസ് ഓഫ് എ സിലിണ്ടർ or on a cone in the circumferential direction at the constant angular velocity and is the axial direction at a uniform rate. A curve generated by the point moving on the surface of a cylinder or on a cone in the circumferential direction at a constant angular velocity and in the axial direction at a uniform rate എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ സൈക്ലോയിഡ് ഉണ്ട്, ഇൻവല്യൂട്ട് ഉണ്ട്, ട്രോക്കോയിഡ് ഉണ്ട്, ഹെലിക്സ് ഉണ്ട്. ഏതാണ് ആൻസർ? ഏതാണടാ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ, ഹെലിക്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു സൈക്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു കർവിനെയാണ് സൈക്ലോയിഡ് എന്ന് പറയുന്നത് അല്ലേ. സൈക്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന കർവിനെയാണ് സൈക്ലോയിഡ് എന്ന് പറയുന്നത്. ദെൻ ഇൻവല്യൂട്ട് ആണെങ്കിലോ? ഇൻവല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു സ്ട്രിങ്ങിനെ അൺവൈൻഡ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു കർവിനെയാണ് എന്തോന്ന് പറയുന്നത്? ഇൻവല്യൂട്ട് എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ അൺവൈൻഡ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റിനെ ട്രേസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കർവിനെയാണ് എന്തോന്ന് പറയുന്നത്? ഇൻവല്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ട്രോക്കോയിഡ് ആണെങ്കിലോ? ട്രോക്കോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോക്കോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിന് അകത്തോ അല്ലെങ്കിൽ പുറത്തോ, ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിന് അകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റോ അല്ലെങ്കിൽ സർക്കംഫറൻസിൻ്റെ പുറത്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്നോ ജനറേറ്റ് ചെയ്യുന്ന കർവിനെയാണ് ട്രോക്കോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ട്രോക്കോയിഡിൽ ഏതൊക്കെയുണ്ട്? രണ്ട് ടൈപ്സ് ഉണ്ട്. സുപ്പീരിയർ ട്രോക്കോയിഡ് ഉണ്ട്, ഇൻഫീരിയർ ട്രോക്കോയിഡ് ഉണ്ട് അല്ലേ. സുപ്പീരിയർ ട്രോക്കോയിഡ് ഉണ്ട്, ഇൻഫീരിയർ ട്രോക്കോയിഡ് ഉണ്ട്. സുപ്പീരിയർ ട്രോക്കോയിഡ് ആണെങ്കിൽ ആ ഒരു ആ പോയിന്റ് അവിടെ ആയിരിക്കും. പോയിന്റ് സർക്കംഫറൻസിന് പുറത്തായിരിക്കും, സർക്കംഫറൻസിന് ഔട്ട്സൈഡിലായിരിക്കും ആ ഒരു പോയിന്റ്. അതിൽ നിന്ന് ഫോം ചെയ്യുന്നതാണെങ്കിൽ സുപ്പീരിയർ ട്രോക്കോയിഡ്. ഇൻഫീരിയർ ട്രോക്കോയിഡ് ആണെങ്കിലോ ആ ഒരു സർക്കംഫറൻസിന് അകത്തായിരിക്കും ആ പോയിന്റ്. അതിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് ഇൻഫീരിയർ ട്രോക്കോയിഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൊടുക്കുക. അതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.